ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്കറിയാം ഏപ്രിൽ 22 അത് നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ദിവസമായിരുന്നു. കുറേ മണിക്കൂറുകൾ എങ്കിലും നമ്മുടെ രാജ്യം സ്തംഭിച്ചു പോയ നിമിഷമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് രാജ്യം അതിനോട് പ്രതികരിക്കുന്നു. ആരാണ് ഭീകരാക്രമണം നടത്തിയത് എന്ന കണ്ടെത്തലിലേക്ക് എത്തുന്നു. അവരുടെ ചിത്രങ്ങൾ അടക്കം പുറത്തുവിടാൻ സാധിക്കുന്നു. നയതന്ത്ര വിലക്കുകളിലേക്ക് കടന്നു. പിന്നീട് ഏതാണ്ട് 2 ആഴ്ചയ്ക്ക് ശേഷം മെയ് 7-ാം തീയതി നമ്മൾ തിരിച്ചടിക്കുകയും ചെയ്തു സൈനികമായി. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും പാകിസ്ഥാന്റെ ഭീകരത ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുവാനുള്ള ഇന്ത്യയുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സർവകക്ഷി സംഘം പല രാജ്യങ്ങളിലും സന്ദർശനം നടത്തുകയുമാണ്. ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ, നമ്മുടെ ഭരണകൂടം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ, നയങ്ങളെ, ഇതുവരെയുള്ള പ്രവൃത്തികളെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഒരു മാസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാനാവുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ദ ന്യൂ നോർമൽ ഈസ് ഇൻ ആക്ഷൻ. അതായത് ന്യൂ നോർമൽ എന്ന് പറയുന്നത് പുതിയ താരിപ്പുകളാണ്, പുതിയ രീതികളാണ്, പുതിയ പ്രവണതകളാണ്. അതിലേറ്റവും പുതിയ പ്രവണത എന്ന് പറയുന്നത് ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ഡിപ്ലോമാറ്റിക് ബ്ലിറ്റ്സ് ക്രീഗ് തന്നെയാണ് ഭാരതം വിഭാവനം ചെയ്തത്, അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഭീകരർ ഇന്ത്യയെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് തുച്ഛീകരിച്ച് കാണുന്ന ഒരു പ്രവണത ഇനി നടക്കില്ല. പാക് സ്റ്റേറ്റ് ഈസ് ഇൻവോൾവ്ഡ്. എനി അറ്റാക്ക് ഫ്രോം എ ടെറർ ഗ്രൂപ്പ് ഈസ് കൺസിഡേർഡ് ആസ് എൻ അറ്റാക്ക് ബൈ പാക് സ്റ്റേറ്റ്. ഈ ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ലോകത്തിന് വെളിപ്പെടുത്തുന്ന, ലോകത്തോട് സംവദിക്കുന്ന ഒരു എക്സസൈസ്. അപ്പോൾ ആ എക്സസൈസിലേക്ക് ഒരു മാസത്തിനുള്ളിൽ തന്നെ ടു സെറ്റ് ദ ജഗർനോട്ട് മൂവിങ്, ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. കാരണം അതാണ് ഒന്നാമത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത്. 2, മറുപടി കൊടുക്കാൻ കൃത്യമായ സമയത്തിനുള്ളിൽ 2 ആഴ്ചക്കുള്ളിൽ പാകിസ്ഥാന് വ്യക്തമായ മറുപടി കൊടുക്കാൻ സാധിച്ചു. ടെറർ ടാർഗറ്റുകൾ കൃത്യമായി ഹിറ്റ് ചെയ്യാൻ സാധിച്ചു എന്നത് ചില്ലറ നേട്ടമല്ല. നമ്മുടെ ഇൻ ദ പ്രോസസ് നമ്മുടെ വെപ്പൺസിൻ്റെ പ്രഹരശേഷി, പ്രത്യേകിച്ച് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ പ്രഹരശേഷി, നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത, ഇതെല്ലാം തന്നെ അളക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു വാർ മെഷീനറി എണ്ണ തൂത്ത് റെഡിയാക്കി വെൽ ഗിയർഡ് ആൻഡ് വെൽ ഓയിൽഡ് മെഷീനറി നമുക്കുണ്ട് എന്നതിൻ്റെ ഒരു സ്ഥിരീകരണവും ഇപ്പോൾ ആവുകയാണ്. എ ഫ്യൂ ടേക്ക് അവേസ് അത് സംഭവിച്ചു എന്നതാണ് ഈ ഒരു മാസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ ഒരു കാരണവശാലും ആണവായുധങ്ങൾ എന്ന ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കേണ്ടതില്ല. അതും പുതിയ കാര്യമാണ്. മാത്രമല്ല ഇന്നും പ്രധാനമന്ത്രി അക്കാര്യം ആവർത്തിച്ചു എന്നുള്ളതാണ്. രാജസ്ഥാനിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ, കാരണം ഇതിപ്പോൾ ഒരു ദി ലീഡർഷിപ്പ്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് വിതിൻ ഇന്ത്യ ആയിരിക്കാം. പക്ഷേ ഇതെല്ലാം തന്നെ അന്ന് ബീഹാറിൽ വെച്ച് പഹൽഗാം ആക്രമണത്തിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ ബീഹാറിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചതും ഇപ്പോൾ ഒരു മാസം തികയുന്ന ഇന്ന് രാജസ്ഥാനിൽ വെച്ച് സംസാരിച്ചതും ഒരേ കാര്യം തന്നെയാണ്. കാരണം ഇന്ത്യ മാറിയിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആകെ ഒരു ഇതിവൃത്തം. ഇറ്റ്സ് എ ചേഞ്ച്ഡ് ഇന്ത്യ, ഇറ്റ്സ് എ റിഫോംഡ് ഇന്ത്യ. ടോളറൻസ് ലെവൽ ഈസ് ഗോയിങ് ടു ബി 0 അഗൈൻസ്റ്റ് ടെറർ. ഇതെല്ലാം തന്നെ ഇൻ ആക്ഷൻ കാണുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ ലാൻഡ്മാർക്കുകൾ അനേകം പിന്നിട്ടു. ഒരു മാസത്തിനുള്ളിൽ അനേക ലാൻഡ്മാർക്കുകൾ പിന്നിട്ടു. വ്യക്തമായ തീരുമാനങ്ങൾ എടുത്തു. നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയും കാട്ടി എന്നത് പ്രത്യേകത തന്നെയാണ്.